കൊല്ലത്തെ ഭാഗ്യശാലി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ സന്തോഷം. ഇത് പ്രതീക്ഷയായിരുന്നു. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഈ ലോറി എടുക്കാൻ വേണ്ടി തന്നെ ഇവിടെ ഇത്രയും ദൂരം വന്നെടുത്തു. 12 കോടിയുടെ പൂജാ ബമ്പർ അടിച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ദിനേശ് കുമാറിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു മാധ്യമങ്ങളും എല്ലാവരും. അല്പസമയത്തിനകം എത്തുമെന്ന് നേരത്തെ നമ്മൾ എല്ലാവരോടും പറഞ്ഞതാണ്. ഇതാ ക്യാമറകൾക്ക് മുന്നിൽ ഭാഗ്യവാനായ ദിനേശ് കുമാർ എത്തിയിരിക്കുന്നു. ഷമീർ ചേരുന്നു. ഷമീർ, എല്ലാവരും അന്വേഷിച്ച് നടന്ന ദിനേശ് കുമാർ ക്യാമറകൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? തീർച്ചയായിട്ടും ദിനേശ് കുമാർ ഇവിടെ എത്തി. ദിനേശ് കുമാർ അദ്ദേഹം ഇപ്പോൾ ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല. ആദ്യം ലോട്ടറി ഏൽപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം. കുടുംബസമേതമായിട്ടാണ് ലക്ഷ്മി അദ്ദേഹം ഇവിടെ എത്തിയത്. അദ്ദേഹത്തിന് കടയുടമകൾ നൽകുകയാണ്. അദ്ദേഹം 10 ടിക്കറ്റുകളാണ് ഈ പൂജാ ബമ്പറിൽ എടുത്തിരുന്നത്. പ്രൈസ് ലഭിച്ചിരുന്നത്. പ്രൈസ് ഇന്നലെ തന്നെ അറിഞ്ഞായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ എന്നാണെങ്കിൽ വിവാഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നേരെ ഇങ്ങോട്ട് പോയിരുന്നത്. കേട്ടില്ല. ലോട്ടറി ഞാൻ ബമ്പർ സ്ഥിരമായിട്ട് എടുക്കും. ചെറിയ ടിക്കറ്റുകളൊന്നും എടുക്കാറില്ല. അല്ല ഇവിടുന്ന് ആദ്യമായിട്ട് എടുക്കുന്നത്. ഞാൻ ഇത്രയും ലോങ് വന്ന് ഇവിടുന്ന് ആദ്യമായിട്ടാണ്. ഞാൻ സാധാരണ DC ഇട്ട് ബുക്കാച്ചി എടുക്കുന്നത്. 10 ടിക്കറ്റ് ചേടാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി റേറ്റ് കുറച്ച് കിട്ടും. എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഓരോന്നോരോന്ന് കൊടുക്കണം. ഇത്തവണ എത്ര ടിക്കറ്റ് എടുത്ത്? 10 ടിക്കറ്റ്. ഇവിടുന്ന് മാത്രമേ എടുത്തു. ആദ്യം സമ്മാനം അടിച്ചപ്പോൾ എന്താ തോന്നിയത് അറിഞ്ഞപ്പോൾ? ആദ്യം ഇത് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അടിക്കുമെന്നുണ്ടായിരുന്നു. അറിഞ്ഞത് ഇന്നലെ ഈ റിസൾട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ മൊബൈലിൽ തന്നെ നമുക്കത് സ്കാൻ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ മോടെ കല്യാണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വരാമെന്ന് വളരെ സന്തോഷം തോന്നി. നേരത്തെ 50,000 10,000 അങ്ങനെയുള്ള ചെറിയ ചെറിയ സമ്മാനം കഴിച്ചിട്ടുണ്ട്. ബമ്പർ നേരത്തെ ഒരു കരുനാഗപ്പള്ളി ചുങ്കത്തൂരിലെ അവിടുത്തെ സ്റ്റാഫിനെ അടിച്ചതിൻ്റെ തൊട്ടടുത്ത നമ്പറിൽ നിന്നാണ് 2019 നമ്മുടെ ഒരു 12 കോടി രൂപ അതിൽ തൊട്ടടുത്ത നമ്പറിൽ നിന്നാണ് നഷ്ടപ്പെട്ടത്. അതെ ശ്രീമുരുക ലക്കി സെൻ്ററിൽ നിന്നായിരുന്നു അന്ന് ടിക്കറ്റ് എടുത്തത്. നാട്ടിലാരും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. സുഹൃത്തിന്റെ പെങ്ങളുടെ കല്യാണമായിരുന്നു. അന്നേരം ഇതിനെക്കാട്ടും എനിക്ക് അതായിരുന്നു ഏറ്റവും വലിയ കാര്യം. അല്ല അവരോട് ഒന്നും ഞാൻ പറയാതെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാര്യയും മക്കളൊക്കെ ഇപ്പോഴാണ് ഇന്ന് രാവിലെയാണ് അവരോട് പറഞ്ഞത്. ഒരുപാട് സന്തോഷം. രശ്മി മോൻ ധീരജ്, മോള് ധീരജ. എന്താ പറയാറുള്ള ഭാഗ്യത്തിന്? ഒരുപാട് നാളുകൊണ്ട് ലോട്ടറി എടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് നമ്പർ മിസ്സായി പോകുന്നത് അന്നേരം ഭയങ്കര വിഷമമായിരുന്നു ആളിന്. പിന്നെ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞില്ല. ഇന്നലെ രാത്രി ഉറങ്ങിയതുമില്ല ആള്. പറഞ്ഞില്ല. ഇന്ന് രാവിലെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ചോദിച്ചപ്പം പറഞ്ഞു സുഹൃത്തിന്റെ കല്യാണമായിരുന്നു. അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാനായിരുന്നു നോക്കുന്നേരം. അത് കഴിഞ്ഞിട്ട് അല്ല ഞാൻ ഈ കൊല്ലത്ത് വന്ന് ടിക്കറ്റ് എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ കരുനാഗപ്പള്ളി ഇതേപോലെ ജയകുമാറിന്റെ നേരത്തെ അച്ഛൻ്റെ പേര് ജനാർദ്ദൻ നായർ. അതിൻ്റെ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അന്നേരം അതിലെനിക്ക് തോന്നിയ പ്രൈസുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രൈസുകൾ അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ വന്ന് ഇതെടുത്തതാണ്. ഈ ആദ്യമായിട്ടാണ് ഇത്ര ലോങ്ങിലേക്ക് വന്ന് ടിക്കറ്റ് എടുക്കുന്നത്. എനിക്ക് ഫാമൊക്കെ ഞാൻ നടത്തുകയാണ്, ചെറിയ ബിസിനസ്സൊക്കെ. ഭാവിയിൽ ഇതിപ്പം ഒരു കുറച്ച് നാളത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഭാവിയിൽ ബാങ്ക് കൊടുക്കുന്നത് എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഫെഡറൽ ബാങ്കാണ്. എനിക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ അവരാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ 2,00,000
90,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് അവർ തന്നെയാണ് തന്നിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടൊന്നുമല്ല. അന്നേരം നമുക്ക് ഇങ്ങോട്ട് സേവനം ചെയ്യുമ്പോൾ തീർച്ചയായും കൊണ്ട് എനിക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് വേണം, ഇപ്പം ലോട്ടറി വേണമെങ്കിൽ ആ ബാങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷേ ചേട്ടന് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവണമെന്ന് ചൊല്ലിയാണ് ഇത്ര ലോങ് വന്നത്. ആ ബാങ്കിൽ അറിയിച്ച് ബാങ്കുകാർ നമ്മുടെ കൊടുത്തത്. ബാങ്കുകാർ കൊടുത്തു. മോനെ എന്താണ്ട് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ അച്ഛനെ ലോട്ടറി അടിച്ചറിഞ്ഞോ? എന്താ പറയുന്നു? സന്തോഷായോ? രാവിലെ ഞാൻ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞേ. അതിന് കാര്യം ഞാൻ അവർ വിചാരിച്ച് കല്യാണം വേണ്ട പോകണ്ടെന്ന് വിചാരിച്ച്. പിന്നെ ഞാനൊരു രഹസ്യമായിട്ട് വെച്ചാൽ അല്ലെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലേ വിവാഹം ഭയങ്കര ഇതായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തിൻ്റെ ആയിരുന്നു. നമ്മളായിട്ടായിരുന്നു നടത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് പേരെന്താ? നീരജ. അച്ഛന് ലോട്ടറി അടിച്ചത് എപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്? ഇന്ന് രാവിലെയാണോ പറഞ്ഞത്? സന്തോഷമായോ? പറഞ്ഞോ ആരോടെങ്കിലും ഒക്കെ? ആരോടും പറഞ്ഞില്ലല്ലേ? സ്കൂളിൽ പോയില്ല. ടിക്കറ്റ് ഒന്ന് കാണിക്കാവോ? വൈഡ് വെക്കണേ. ലക്ഷ്മിപത്മ സമ്മാനം ലഭിച്ച ടിക്കറ്റാണ് ഇപ്പോൾ ഉയർത്തിക്കാട്ടാൻ പോകുന്നത്. ഇതാണ് 12 കോടി രൂപ അടിച്ച ടിക്കറ്റ്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് 12 കോടി രൂപ അടിച്ച ടിക്കറ്റാണ് ഭാഗ്യശാലി ഉയർത്തിക്കാട്ടുന്നത്. JC 325526 എന്ന ടിക്കറ്റ് 12 കോടിയുടെ 1ാം സമ്മാനം അടിച്ച ടിക്കറ്റാണിപ്പോൾ ദിനേശ് അവിടെ നിന്നും ഉയർത്തിക്കാട്ടുന്നത്. ഷമീർ, അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാറായോ? ഇത് വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഞാനിപ്പം ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. പിന്നെ നമ്മുടെ നാട്ടിൽ ശുദ്ധരായ കുറേ നാട്ടുകാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധരായതുകൊണ്ട് അവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഒന്ന് സഹായിക്കണം. അല്ല നമുക്ക് വീട് വെച്ച് കൊടുക്കാനും അങ്ങനെയൊക്കെ ഉള്ളതിന് സർക്കാരും സ്ഥാപനങ്ങളും ഹോസ്പിറ്റൽ കേസിനൊക്കെ അങ്ങനെയുള്ള ചാരിറ്റി സംഘടനകളൊക്കെ ഉണ്ട്. ശുദ്ധരായ ആൾക്കാരെ കുറേ ആൾക്കാരെയൊക്കെ സാമ്പത്തികമായി പറ്റിച്ചുകൊണ്ട് പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ അവരുടെ കടക്കടൊക്കെ നഷ്ടപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഒന്ന് സഹായിക്കണം. പോയില്ലല്ലോ, പേടിയൊന്നും. നമ്മൾ അത്യാവശ്യം സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഇല്ല, ഇത് വൈഫിൻ്റെ അച്ഛനാണ്. ആ പഴയതുപോലെ തന്നെ ആയിരിക്കും. പഴയതുപോലെ തന്നെയൊക്കെ തന്നെ ആയിരിക്കും. കരുനാഗപ്പള്ളി തൊടിയൂരാണ്. തൊടിയൂർ തഴവ ആ ഭാഗത്തൊക്കെ ആയിരുന്നു. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഉള്ളത് തൊടിയൂർ തഴവ ഭാഗത്ത് തന്നെ. തൊടി പഞ്ചായത്ത് തൊടി പഞ്ചായത്തിൻ്റെ അതിർത്തിയിലാണ്. തൊടിയൂർ മാലിമേ കുറ്റിപ്പുറം എന്ന് പറയുന്ന ഭാഗത്തേക്കൊക്കെ വരും. കേരള ഭാഗ്യക്കുറി നല്ലൊരു കാര്യമാണ്. എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഇതാണ്. പിന്നെ ലോട്ടറി എടുത്താലേ അടിക്കത്തുള്ളൂ. ലോട്ടറി എല്ലാവരും എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എടുക്കാതെ അടിക്കാത്തതിനെ പറ്റി പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. 1 ടിക്കറ്റോ 2 ടിക്കറ്റോ അടിച്ചില്ലെന്ന് പറഞ്ഞ് എടുക്കാതിരിക്കുന്നുണ്ടും കാര്യമില്ല. ലോട്ടറി എടുത്തിട്ട് അടിക്കും. എല്ലാവർക്കും അടിക്കാൻ പറ്റത്തില്ലല്ലോ. എടുത്ത് നോക്കിയാൽ ലോട്ടറി അടിക്കും. ചെറിയൊരു സമ്മാനം. ഇല്ല, മറ്റ് ജില്ലകളിൽ നിന്ന് ഞാൻ അടൂരിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മധു ലക്കി സെൻ്ററിൽ നിന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ ലക്കി സെൻ്റർ മണപ്പള്ളിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കൊല്ലത്ത് ഇവിടുന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് നേരത്തെ തോന്നി ഇവിടുന്ന് എടുക്കണമെന്ന് അടിക്കുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കരുനാഗപ്പള്ളി നേരത്തെ കടയിൽ നിന്ന് കൊച്ചു സമ്മാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. കൊല്ലത്തിന് കരുനാഗപ്പള്ളിക്ക് പൊതുവേ വമ്പർ കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയ്ക്ക് അടിക്കാനുള്ള സാധ്യത അടിച്ചിട്ടുണ്ട്. ശരി ഓക്കെ. ശ്രീ പത്മ, അതായത് അദ്ദേഹം ദിനേശൻ പറയുന്നത് ഈ പണം മറ്റു കാര്യങ്ങൾക്കായി ഇൻവെസ്റ്റ് ചെയ്യും, അതിൽ സാധാരണക്കാരെ സഹായിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഏറ്റവും അർഹരായ ആൾക്കാരെ താൻ സഹായിക്കാൻ തയ്യാറാണ്. അത് ആളിൻ്റെ വിവരങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും അത്തരത്തിൽ ആളുകളെ സഹായിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും ഒരുമിച്ചാണ് ഇത്തരത്തിൽ ഈ ടിക്കറ്റ് മാറാനായി ടിക്കറ്റ് ഇവിടെ നൽകാനായി ഈ ജയകുമാർ ലക്കി സെൻറ്ററിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വീകരണം കടയുടമയുടെ നേതൃത്വത്തിൽ നൽകുകയാണ്.
12 കോടിയുടെ പൂജാ ബമ്പർ അടിച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ദിനേശ് കുമാറാണിപ്പോൾ ടിക്കറ്റ് എടുത്ത കടയ്ക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള സ്വീകരണം, ഭാര്യയ്ക്കും മകനുമൊക്കെ ഒപ്പം ബന്ധുക്കൾക്കൊപ്പമാണ് അദ്ദേഹം എത്തിയത്. ആരാണ് ഈ ഭാഗ്യശാലി എന്ന് കേരളം മുഴുവൻ അന്വേഷിക്കുകയായിരുന്നു. 12 കോടിയുടെ സമ്മാനമാണ് അദ്ദേഹത്തിന് അടിച്ചിരിക്കുന്നത്. ദിനേശ് കുമാർ ഒരു മനുഷ്യസ്നേഹി കൂടിയാണ്. കാരണം തനിക്ക് അർഹരാണ് എന്ന് തോന്നുന്ന നാട്ടിലുള്ള സാധാരണക്കാരായ കുറച്ച് ആളുകളെയൊക്കെ സഹായിക്കണമെന്നുണ്ട്, പ്രായമുള്ള കുറച്ച് ആളുകളെയൊക്കെ സഹായിക്കണമെന്നുണ്ട് എന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നു. ആ സമ്മാനം കിട്ടിയതിൻ്റെ വലിയ സന്തോഷത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹം ആ കാര്യങ്ങൾ, ആ തുക എങ്ങനെ വിനിയോഗിക്കാമെന്നതിനെക്കുറിച്ച് കൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. മകൻ ധീരജാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ളത്. 2ാം ക്ലാസ്സുകാരനാണ്. ഇത്രയും വലിയ തുക ലോട്ടറി അടിച്ച ആൾ ഇന്നലെ ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു. വീട്ടുകാരോട് പോലും പറഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെയാണ് എല്ലാവരോടും പറഞ്ഞത് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ വ്യക്തമാക്കിയത്. വളരെ സന്തോഷകരമായ ദൃശ്യങ്ങൾ. ബാക്കിറങ്ങോ ഒന്ന് ബാക്കിറങ്ങേ